സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റൊമാൻസിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കൂടിയായിരുന്നു. ഒന്ന് ബി എൽ നിക്ക്, അതേപോലെ കെ എൽ ജാക്ക്, പിന്നെ സ്കോർപ്പിയോൺ, പിന്നെ ഞാൻ. അങ്ങനെയുള്ളായിരുന്നു നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. മറ്റവരുടെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഒരുപാടൊന്നും അറിയില്ല. FPR, ഓഗി, ജെറി, പിന്നെ ഓദിലാദി, അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് പേര്, എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ പിന്നെ പ്രൈം 1 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഈ ഒരു മാച്ചിനകത്തേക്ക്. പിന്നെ നമ്മൾ കുറച്ച് CS മാച്ചസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റൈസ്റ്ററിന്റെ കൂടെ കളിച്ചു. അങ്ങനെ നമ്മൾ പുതിയതായിട്ട് വീഡിയോ ഇട്ടപ്പം നമ്മളുടെ ഗില്ലിൽ ഒരുപാട് പേര് കയറിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അവരുടെ കൂടെയൊക്കെ നമ്മൾ 2-3 CS ഒക്കെ കളിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ എന്താ പറയുക, ഈ ഒരു മാച്ച് എന്ന് പറയുമ്പം നമ്മൾ 3 റൂം മാച്ചസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റത്തേത് എന്ന് പറയുന്നത് ഒരു ഹെഡ് ഷോട്ട് ഓൺലി ആയിട്ടുള്ള ഒരു റൂം മാച്ച് ആയിരുന്നു. അതിൽ നമ്മൾ പൊട്ടിയിട്ടോ ഗൈസ്. പിന്നെ ഈ ഒരു മാച്ചാണ് രണ്ടാമത് കളിച്ചത്. അപ്പൊ ഇതിൽ ആരാ ജയിച്ചത് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു ടൈമിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതിൽ ആരാ ജയിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ മൂന്നാമത്തെ ഒരു മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മൾ ലോങ് വീഡിയോ അല്ല, ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അത് ഇത്രയൊന്നും ഇല്ല, അത് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു മാച്ചാണ്. അപ്പം എന്തായാലും ആ ഒരു മാച്ചിന്റെ മൂന്നാമത്തെ മാച്ചിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 7-0 നമ്മൾ ജയിക്കുന്നതായിരുന്നു. അപ്പൊ ഈ ഒരു മാച്ചിന്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് ഓദിലാദി, അതേപോലെ കില്ലർ അച്ചു, പിന്നെ TL അഭി എന്നെങ്ങാനും പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. പിന്നെ ജെറി ആണോ എന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മാച്ച് ഫോർമേഷൻ ആയിട്ട് വരുന്നത്, ഓപ്പോസിറ്റ് ടീംസ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു മാച്ചും നമ്മൾ ചെറുതായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ 2-0 എന്നുള്ള ആ ഒരു ഇതിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. നമുക്ക് അധികം ഇത് കുത്തിപ്പിടിയാണ് ഗൈസ്. നമ്മൾ ഈ ഒരു മാച്ച് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുത്തിപ്പിടിയാണ്. പിന്നെ ഇതേപോലെ നിങ്ങൾക്കും റൂം മാച്ചസിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ റൂം മാച്ചിന് വിളിക്കുമ്പോൾ കയറിയാൽ മതി. പ്രത്യേകിച്ച് വേറെ ഒരു പണിയും ഇല്ല ഗൈസ്. നമ്മൾ റൂം മാച്ചിന് വിളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കയറുക. ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ഇടാറുണ്ട്. നമ്മൾ റൂം മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എല്ലാവർക്കും റിക്വസ്റ്റ് ഇടാറുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ കയറാൻ പറ്റുമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ റൂം മാച്ചിന് കയറാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് റിക്വസ്റ്റ് ഇടുമ്പോൾ കയറുക ഗൈസ്. പിന്നെ എന്താ പറയാ, ഗിൽഡിൽ കയറാവുന്നവരുണ്ട്. ഗിൽഡിൽ കയറിയാൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം. കാരണം നമ്മൾ ഗിൽഡിൽ കയറിയ ആളുകളെ കൂടെ നമ്മൾ 2-3 റൂം മാച്ചസ് നമ്മൾ കളിച്ചിട്ടുണ്ട് കേട്ടോ. അത് റൂം മാച്ചസ് അല്ല, CS റാങ്ക്ഡ് മാച്ച് നമ്മൾ കളിച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാത്തിലും ജയിച്ചിട്ടും ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ കമന്റ് സെക്ഷനിൽ വരുന്നതാണ് ഫ്രണ്ട് ആക്കൂ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഗൈസ്. പക്ഷെ നമ്മൾ ഒരുപാട് പേര് ഇപ്പൊ തന്നെ നമ്മൾ ഫ്രണ്ട് ആക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. നമ്മൾ ഒരുപാട് പേരെ നമ്മൾ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട്. ഒരുപാട് ബംഗാളികളെയും ഹിന്ദിക്കാരെയും ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് പരിചയമുള്ള ചില ബംഗാളികളും ഹിന്ദിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് നമ്മൾ അവരെയും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് പേരെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ എല്ലാവരെയും കയറ്റിയിട്ടുള്ളത്. ഇനി നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ കയറ്റിയ ആളുകളെ തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് പറ്റില്ലല്ലോ ഗൈസ്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, നിങ്ങൾക്ക് ഗിൽഡിൽ കയറിയിട്ട് നമുക്ക് റിക്വസ്റ്റ് ഇട്ടാണെങ്കിൽ നമുക്ക് 1v1 1v1 അധികം ഞാൻ വരാറില്ല കേട്ടോ ഗൈസ്. നമുക്ക് ഇങ്ങനത്തെ റൂമൊക്കെ ആണെങ്കിൽ ഒരു രസമാണ്. 1v1 എന്ന് പറയുമ്പം അത് അത്ര സുഖമുള്ള കാര്യമല്ല ഗൈസ്. എനിക്ക് അത്ര അങ്ങോട്ട് കളിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ 4v4 6v6 അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കളിക്കുക ഗൈസ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. 2v2 ആണെങ്കിലും കുഴപ്പമില്ല. 1v1 വിളിക്കുമ്പം എനിക്ക് പറ്റില്ല ഗൈസ്. എനിക്ക് എന്തായാലും പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ 1v1 വരാത്തത് കേട്ടോ ഗൈസ്. പിന്നെ ഈ ഒരു മാച്ച് എന്ന് പറയുമ്പം അധികവും കുത്തിപ്പിടിയാണ്. പിന്നെ റിവൈവിങ്ങിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ കുറെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ, നമുക്ക് റേഞ്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം അതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. പിന്നെ ഇനി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതില് ഇനി നമ്മൾ ചലഞ്ചിങ് വീഡിയോസ് ആണ് നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇടാനായിട്ട് പോകുന്നത്. നമ്മൾ ഓരോ ചലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. എന്താ പറയാ, നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 10 വിന്നിങ് സ്ട്രൈക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുണ്ട്. പിന്നെ ഹെഡ് ഷോട്ട് ഇൻ CS, അതേപോലെ തന്നെ പിന്നെ ഫിസ്റ്റ് വെച്ചിട്ട് ഇടിച്ചു കൊല്ലാൻ, അങ്ങനത്തെ കുറച്ച് ചലഞ്ചസ് നമ്മളുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്ത് തീർക്കണം ഗൈസ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ 10 വിന്നിങ് സ്ട്രൈക്സിന്റെ കാര്യത്തില് നമ്മൾ 9 സ്ട്രീക്സ് എത്തിയതാണ് ഗൈസ്. 9 സ്ട്രീക്സ് എത്തി. 10ാമത്തെ സ്ട്രീക്കിന്റെ കളി കളിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഗൈസ് നമ്മളിത് പൊട്ടി എന്നുള്ള കാര്യം. 9 എത്തിയോടത്തുനിന്ന് 10ാമത്തെ മാച്ച് കളിച്ച് നമ്മൾ പൊട്ടി ഗൈസ്. അതായിരുന്നു ഗൈസ് അവസ്ഥ.
അങ്ങനെ വേണം. 9 എത്തിയിട്ട് നമ്മൾ 10ാമത്തെ മാച്ച് കളിച്ച സമയത്താണ് നമ്മൾ അതുവരെ റെക്കോർഡ് ചെയ്ത് ഓരോ മാച്ചും കളിച്ചപ്പോൾ ഓരോന്നും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് 10ാമത്തെ കളി നമ്മൾ തോറ്റു പോവാണ് ഗൈസ് ഉണ്ടായത്. അപ്പം അങ്ങനെയാണ് ഗൈസ്. അപ്പം നമ്മൾ നിർത്തിയിട്ടില്ല. നമ്മൾ ഇനിയും ഇപ്പം 3 വിന്നിംഗ് സ്ട്രൈക്സ് ആയിട്ടുണ്ട്. സോ നമ്മളത് മുന്നോട്ട് പോയി 10ആകുന്ന സമയത്ത് നമ്മൾ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഗൈസ്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസ്റ്റിന്റെ ചലഞ്ച് ആണ്. ഫിസ്റ്റിന്റെ ചലഞ്ച് നമുക്ക് ഇടാം ഗൈസ്. നമ്മൾ ഒരു മാച്ച് എന്തായാലും നമ്മൾ സോളോ ആയിട്ട് ഇറങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും അങ്ങനത്തേതിന്റെ അപ്ഡേറ്റ്സ് നമ്മൾ പുതിയ വീഡിയോകളിലായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് കളിക്കാൻ വരാത്തത് എന്ന്. അപ്പം നമുക്ക് ടൈമില്ല ഗൈസ്. നമുക്കിപ്പം ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കുക, ഗെയിം കളിക്കുക എല്ലാം കൂടെ നമുക്ക് പോകാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടുന്ന സമയത്ത് കളിക്കുന്നുണ്ട്. ഒരുപാട് ലീവ്സ് ഒക്കെ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ കളിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഗൈസ് നമ്മളുടെ സൗണ്ടിന് ചെറുതായിട്ടൊരു വേരിയേഷൻ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷമാണ്. അതുകൊണ്ടാണ് കേട്ടോ നമുക്കിങ്ങനെ ഒരു സൗണ്ട് വേരിയേഷൻ വരുന്നത്. അപ്പം നിങ്ങളത് ക്ഷമിച്ചേക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു മാച്ചിൽ എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ച സമയത്ത് ഞാൻ മാത്രമായിരുന്നു കേട്ടോ ഗൈസ് നമ്മൾ പൊട്ടൻ കളി കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെയോ ആണ് നമ്മൾ 2-3 കില്ലൊക്കെ ഒപ്പിച്ചത്. അതും എന്താ പറയുക, നമ്മൾ ബാക്കിയുള്ളവരുടെ കില്ല് കുമ്മാനായിട്ട് നടന്നൊന്നല്ല ഗൈസ്. നമ്മൾ അടിക്കുമ്പം അറിയാതെ അവരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടിച്ചു പോകുന്നതാണ്. അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഗൈസ്. അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് പോയി കുമ്മുന്നതല്ല. അതുകൊണ്ട് നിങ്ങളത് അങ്ങനെ ഞാൻ കുമ്മാണെന്ന് വിചാരിക്കരുത്. ഓക്കെ ഗൈസ്. സോ ഗൈസ്, പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ഒരു വീഡിയോ പോലെ നമ്മൾ ആക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ UID കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓൾഡ് പ്ലേയേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ UID കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം അങ്ങനെ വിചാരിക്കുകയാണ് ഗൈസ്. സോ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ UID ഒക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഓരോരോ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സുകളൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ അവരുടെ UID ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നമ്മളൊരു റിയാക്ഷൻ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയത്തിൽ ഓൾഡ് പ്ലേയേഴ്സോ അല്ലെങ്കിൽ അൾട്രാ പ്രോ മാക്സ് പ്രോകളോ അങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് UID തപ്പിപ്പിടിച്ച് കൊണ്ടുവരിക ഗൈസ്. നമുക്ക് അവരൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യാം. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റൂം മാച്ച് കളിക്കണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ശനി ഞായർ ദിവസങ്ങളിൽ വരിക ഗൈസ്. നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ ബിസി ആയിരിക്കും. സോ നിങ്ങൾ എന്തായാലും ആ ഒരു സമയത്ത് വരിക. ഞായറും അതേപോലെ ശനിയും അതായിരിക്കും നമ്മൾ അധികം നേരം നമ്മൾ ഓൺലൈനിൽ ഉണ്ടാകുന്ന സമയം അതായിരിക്കും ഗൈസ്. അപ്പം നിങ്ങൾ എന്തായാലും ആ ഒരു സമയത്ത് വരാൻ നോക്കുക കേട്ടോ ഗൈസ്. അപ്പം ഈ ഒരു മാച്ച് നമ്മൾ കളിച്ചത് നമുക്ക് ഭാരത് ബന്ദ് ഉണ്ടായ സമയത്ത് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്ന കളിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു മാച്ചസ് ഒക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ലീവ് ഉണ്ടായിരുന്ന സമയത്താണ്. അതേപോലെ നമ്മൾ ലീവ് ഉള്ള ഡേയ്സ് അതേപോലത്തെ അങ്ങനെ ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്തായാലും കുറച്ച് സമയം നമ്മൾ ഓൺലൈനിൽ ഉണ്ടാകുന്നതാണ്. സോ നമുക്ക് ആ ഒരു സമയത്തൊക്കെ നമുക്ക് കളിക്കാനായിട്ട് പറ്റും. പിന്നെ ഇനി ബാക്കിയുള്ള കളി നിങ്ങൾ തന്നെ കാണുക. ഇനി അധിക നേരം ഒന്നുമില്ല. നമ്മൾ ഈ ഒരു മാച്ച് ജസ്റ്റ് ഇതാ നമ്മൾ പോകുന്നു, നമ്മൾ തീരുന്നുണ്ട് കേട്ടോ. മീൻസ് ഞാൻ തീരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നമ്മൾ ഫുൾ പൊട്ടൻ കളിയാണെങ്കിൽ നമുക്ക് ഈ ഒരു റൂം മാച്ച് ഒന്നും ഇങ്ങനെ ഹെഡ് ഷോട്ട് ആകുമ്പോൾ നമുക്ക് ധൈര്യമാണ് പോയി ചെല്ലാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹെഡ് ഷോട്ട് ഇടണം, നമുക്ക് ഹെഡ് ഷോട്ട് ഇട്ടണമല്ലോ. പക്ഷെ ഇതാകുമ്പോൾ കുത്തി പിടിച്ചാലും നമ്മൾ വീഴുന്നുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് ഗൈസ് ഇത് കളിക്കുന്ന സമയത്ത് അടുത്തേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പൊട്ടൻ കളി കളിച്ച് നമ്മൾ ഒരുപാട് എന്തൊക്കെയോ പൊട്ടൻ കളി കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ 5-6 എന്നുള്ള നിലയിലാണ് കേട്ടോ ഗൈസ് ഉള്ളത്. സോ നമ്മുടെ സ്കോർപിയോൺ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ ചെയ്ത് നോക്കുന്നുണ്ട് ഗൈസ്. സ്കോർപിയോൺ ആണ് കേട്ടോ ഇതിൽ അധികവും കളിച്ചിട്ടുള്ളത്. 11 കില്ലാണ് സ്കോർപിയോൺസിനുള്ളത്. നമ്മൾ എന്തൊക്കെയോ കുറച്ചൊക്കെ എടുത്തിട്ട് 6 കിൽസ് ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഈ ഒരു മാച്ചിൽ ലാസ്റ്റ് നിക്കായിട്ടുണ്ട്. പിന്നെ ഗൈസ് നിക്ക് ഇവിടെ അടിപൊളിയായിട്ട് പിടിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാച്ച് ഫുള്ളി എന്റർടൈൻമെന്റ് ആയിരുന്നു. പിന്നെ എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു. ഒരാൾ പോലും ചീറ്റിംഗ് എന്നുള്ള മൈൻഡേ ഉണ്ടായിരുന്നില്ല. സോ നമ്മളുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ടാറ്റാ ബൈ ബൈ.